ഹായ് ഫ്രണ്ട്സ്, എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പ്രോഗ്രാമിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എഞ്ചിനീയറിംഗിൻ്റെ 2ാം അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. കോളേജ് ജോയിനിങ് നടക്കുകയാണ്. 27-ാം തീയതി വരെ, അതായത് അടുത്ത വർക്കിംഗ് ഡേ വരെ കോളേജ് ജോയിനിങ്ങിനുള്ള സമയമുണ്ട്. പക്ഷേ ഓപ്ഷൻ രജിസ്ട്രേഷന് 26-ാം തീയതി രാത്രി വരെ മാത്രമേ സമയമുള്ളൂ. ഓപ്ഷൻ കഴിഞ്ഞ നമ്മൾ ഓപ്ഷൻ കൊടുത്തപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അത് പരിഗണിക്കുമായിരുന്നു. കൺഫർമേഷൻ മാത്രമേ ബാക്കി ചെയ്യേണ്ടിയിരുന്നുള്ളൂ. എന്നാൽ ഇനി 3ാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിന് വേണ്ടി പുതുതായി ഓപ്ഷൻ കൊടുക്കണം. ഇപ്പോൾ ഓപ്ഷൻ അവിടെ ബാക്കിയുള്ളവർക്ക്, അല്ലെങ്കിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളാവട്ടെ, ഹയർ ഓപ്ഷൻ നിലവിലുള്ളവരാവട്ടെ, ആ ഓപ്ഷൻസ് ഒന്നും ഈ 3ാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അപ്പോൾ ഇപ്പോൾ 2ാം അലോട്ട്മെൻറ്റ് വരെ കിട്ടിയിട്ട് കോളേജ് ജോയിനിങ് നടത്തിയവരാവട്ടെ, കിട്ടിയിട്ട് തൃപ്തമല്ലാതെ കോളേജ് ജോയിനിങ് നടക്കാതിരിക്കുന്നവരാവട്ടെ, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരാവട്ടെ, ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താത്തവരാവട്ടെ, ഇങ്ങനെയുള്ളവരൊക്കെ 3ാം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നും എഞ്ചിനീയറിംഗ് കോഴ്സ് ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ 3ാം അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് കാൻഡിഡേറ്റ് പോർട്ടൽ വഴി കയറി ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യും. അപ്പോഴേ നമ്മൾ ഫീ പേയ്മെൻറ്റ് നടത്തണം. അതാണ് ഒരു പ്രധാന കാര്യം. 3ാം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ഫീ പേയ്മെൻറ്റിലുള്ള ഓപ്ഷൻ വരും. ആ ഫീ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രമേ ഓപ്ഷൻ നമുക്ക് കാണുകയോ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഓർഡറിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. നമുക്ക് ഏത് ഓർഡറിലാണോ വെക്കേണ്ടത് ആ ഓർഡറിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓർഡർ തന്നെയാണോ എന്ന് കൺഫേം ചെയ്ത് സേവ് ചെയ്ത് നമ്മളതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. 3ാം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ തന്നെ നടത്തണം. അല്ലാതെ ഉള്ള ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്താൽ പോരാ, രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. ആർക്കിടെക്ചറിൻ്റെ 2ാം അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് നടക്കുന്നത്. അതിലേക്ക് ഫീ പേയ്മെൻറ്റൊന്നും ആവശ്യമില്ല. നമ്മളുടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാവും. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ MBBS അതുപോലെ മെഡിക്കൽ സീറ്റുകളിൽ നമുക്ക് കീമോ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എഞ്ചിനീയറിങ്ങോ അതുപോലെ തന്നെയുള്ള ഈ കീമോ വഴിയുള്ള മറ്റ് അലോട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ പുറത്തായി പോകുന്നതായിരിക്കും. അപ്പോൾ MBBS സീറ്റുകളിലേക്കൊക്കെ സെലക്ഷൻ കിട്ടുവാണെങ്കിൽ, എഞ്ചിനീയറിങ്ങിന് കിട്ടിയ കുട്ടിയാണെങ്കിൽ അത് ക്യാൻസലാവും. MBBSൻ്റെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതുപോലെ ഇപ്പോൾ ഓൾറെഡി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ, എഞ്ചിനീയറിങ്ങിന് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയിട്ട് 3ാം അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നിർബന്ധമായും നമ്മൾ 3ാം അലോട്ട്മെൻറ്റ് കിട്ടിയിടത്തേക്ക് പോകണം. നമ്മുടെ ഇപ്പോഴും നിലവിലുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ട അവസാന സമയം 26-ാം തീയതി, അതായത് നാളെ രാത്രിയാണ്. പക്ഷേ 2ാം അലോട്ട്മെൻറ്റ് വഴി കോളേജ് ജോയിൻ ചെയ്യാനുള്ള സമയം ഇനിയും 27 വരെ ബാക്കിയുണ്ട് എന്നും ഓർക്കുക. 3ാം അലോട്ട്മെൻറ്റിൽ ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താത്തവർക്ക്, അതായത് എഞ്ചിനീയറിംഗ് വേണോ വേണ്ടയോ എന്ന് വിചാരിച്ച് നിന്നവർക്കും ഇപ്പോൾ ഈ 3ാം അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി അലോട്ട്മെൻറ്റ് ഭാഗമാവാവുന്നതാണ്. കിട്ടാത്തവർക്കും ചെയ്യാം, കിട്ടിയവർക്കും ഹയർ ഓപ്ഷന് വേണ്ടി വേണമെങ്കിൽ ചെയ്യാം. ഇനി 2ാം അലോട്ട്മെൻറ്റിൽ തൃപ്തരായി നിൽക്കുന്നവരാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ആ കിട്ടിയെടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവിടെ നിന്ന് പഠിച്ചാൽ മതി. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. 3ാം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഫീസ് അടയ്ക്കുകയും വേണം. ശ്രദ്ധിക്കുക.